ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നമ്മൾ വീണ്ടും ദൈവവചനത്തിൽ നിന്ന് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവിടെ ആക്കുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ആരാധനയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരാധനയെക്കുറിച്ച് കണ്ടതായ അതിന് പ്രധാനമായി നമ്മൾ വായിച്ചതായ വാക്യം റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. കാരണം ആരാധന അവർക്കുള്ളതെന്ന് അവിടെ അവകാശപ്പെടാൻ ഒരു കാരണമുണ്ട്. ആരാധന എന്ന് പറയുമ്പോൾ അന്ന് പഴയ നിയമകാലത്തിലെ യാഗത്തെയാണ് പുതിയ നിയമത്തിലെ ആരാധനയുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ആരാധനയുടെ പ്രാധാന്യം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴയ നിയമത്തിലെ യാഗത്തെയാണ് പുതിയ നിയമത്തിലെ ആരാധനയോട് ചേർത്ത് വെച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ യാഗം അർപ്പിക്കുക എന്ന് പറയുന്നത് ന്യായപ്രമാണം അതിന്റെ വ്യവസ്ഥകളും കയ്യിൽ എഴുതി കിട്ടിയ ഇസ്രായേലിന് മാത്രമേ യാഗം അർപ്പിക്കാൻ സാധിക്കൂ. കാരണം യാഗം എങ്ങനെ ആയിരിക്കണമെന്നതിന്റെ വ്യവസ്ഥ അറിയാവുന്നത് അവർക്ക് മാത്രം. അതുകൊണ്ട് വേറെ ആർക്കും അത് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ടും യാഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അസാധ്യം, മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത നിലയിലായിരുന്നു. അതുകൊണ്ടാണ് യാഗം എന്ന് പറയുന്നതിനെ കുറിച്ച് ആരാധന എന്ന് പറയുന്നത് അവർക്കുള്ളതാണ് എന്ന് അവിടെ സൂചിപ്പിക്കാൻ കാരണം. എന്നാൽ ആരാധനയെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യവും 24-ാമത്തെ വാക്യം: സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കും. 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവ് ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ അവിടെ ആരാധനയെ കുറിച്ച് അവിടെ പറയുന്നത് ദൈവം ആത്മാവാണ്, അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിൽ ആരാധിക്കും. അപ്പൊ അവിടെ അതിന്റെ വ്യക്തത അവർക്ക് നൽകപ്പെടുകയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അപ്പൊ ആരാധനയുടെ പ്രാധാന്യം അവിടെ എടുത്തു പറയുന്നത് ആത്മാവിൽ ആരാധിക്കുക എന്നതാണ്. അപ്പോൾ അങ്ങനെ ആത്മാവിൽ ആരാധിക്കുക എന്ന് അവിടെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, നമ്മളെ ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം വീട്ടിലാണ്. വീട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ചിലപ്പോൾ പറയാറുണ്ട് അദ്ദേഹം വലിയ ഭയത്തിലാണ്, അല്ലെങ്കിൽ നിരാശയിലാണ്. വീട്ടിലാണ്, നിരാശയിലാണ് എന്ന് പറയുന്ന രണ്ടർത്ഥത്തിലാണ്. വീട്ടിൽ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ കുറിക്കുന്നതും നിരാശയിൽ എന്ന് പറയുന്നത് ഒരു അനുഭവത്തെ കുറിക്കുന്നു, ഒരു അവസ്ഥയെ കുറിക്കുന്നു. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് ആത്മാവിൽ ആരാധിക്കുക. അപ്പോൾ സ്ഥലം എന്നതിനപ്പുറമായി, സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് അനുഭവം, കർത്താവിനെ ആരാധിക്കുന്നത് ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക്, അഥവാ കൊടുക്കുന്ന വസ്തുവിനപ്പുറമായി, യാഗത്തിന് അർപ്പിക്കുന്ന വസ്തുവിന്, ആരാധനയ്ക്ക് അർപ്പിക്കുന്ന വസ്തുവിന്, ആരാധനയിൽ ഉണ്ടാകുന്ന പുറമെയുള്ള എന്ത് കാര്യങ്ങൾക്കും അപ്പുറമായിട്ട് ആത്മാവിൽ, അഥവാ ആരാധനയിൽ ദൈവത്തോടുള്ള ബന്ധത്തിനാണ് അവിടെ പ്രസക്തി. അവിടെ അങ്ങനെ ഒരു പ്രസക്തി വരുന്നതോടുകൂടെ ആ ആരാധനയ്ക്ക് മുമ്പുണ്ടായിരുന്ന വസ്തുവകകൾക്കോ സ്ഥലത്തിനോ ഉണ്ടായിരുന്ന പ്രസക്തി നഷ്ടപ്പെട്ടു. ഇനി ആ പ്രസക്തിയോടല്ല ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ആരാധന എന്ന് പറയുന്നത് പലപ്പോഴും പുറമെയുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്, ആത്മാവിലാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കേണ്ടത്. അപ്പൊ ഈ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്, ആരാധനയിൽ അത്ഭുതമുണ്ട്. അപ്പൊ ആരാധന എന്ന് പറയുന്ന പഴയ നിയമത്തിൽ ആരാധനയെ കുറിച്ച് കാണുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരാധന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് ആരാധന. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ യാഗം അർപ്പിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരുന്നു, സംസാരിക്കുന്നു, ദൈവ ശബ്ദം കേൾക്കുന്നു, ദൈവത്തിന്റെ ഉടമ്പടി, ഇതൊക്കെയായിരുന്നു പഴയ നിയമത്തിലെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗം. അങ്ങനെ ആരാധന അല്ലെങ്കിൽ യാഗത്തിന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രസക്തി അവിടെ എടുത്തു പറയുമ്പോൾ പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്
ആരാധനയുടെ യഥാർത്ഥമായ ഒരു ഇന്റർപ്രിട്ടേഷൻ അവിടെ വരികയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നിക്കുന്ന ഒരവസ്ഥ, ഒന്നായിത്തീരുന്ന അവസ്ഥ. പഴയ നിയമത്തിലെ യാഗത്തിൽ ഓരോ യാഗങ്ങൾ നടന്നപ്പോഴും അവിടെ ദൈവമായിട്ടുള്ളൊരു ഒരു ഉടമ്പടിയും, ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ഉടമ്പടിയും, ദൈവം മനുഷ്യനും തമ്മിലുള്ള ആശയവിനിമയത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ന്യായപ്രമാണ ശേഷമുള്ള യാഗങ്ങളിൽ നമുക്ക് ആ ഒരു സമർപ്പണത്തോടുള്ള യാഗത്തെ കാണാൻ കഴിയാതെ വണ്ണം ആരാധന അല്ലെങ്കിൽ യാഗം ഒരു ചടങ്ങായിട്ട്. അപ്പൊ ദൈവം അവിടെ, കർത്താവ് ഇവിടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുന്നത് യാഗത്തെ അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുക, ദൈവത്തിന് കൊടുക്കുക, യാഗമർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വസ്തുവകകൾക്കും സ്ഥലത്തിനും അതീതമായി ദൈവത്തോടുള്ള അനുഭവം, ആത്മീക സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കണക്ട് ചെയ്യുന്നതായിരുന്നു. ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുക. ആത്മാവിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ ജീവിത അനുഭവമായിട്ട് മാറണം ആരാധിക്കുക. അതായത് ദൈവവും നമ്മളുടെ ബന്ധം നമുക്കൊരു അനുഭവമായിട്ട് മാറും. യാഗത്തിന് അല്ലെങ്കിൽ വസ്തുവകൾക്ക് സ്ഥലത്തിന് അതീതമായി ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധത്തിൽ നിൽക്കുന്ന ഒന്നായിട്ട് മാറണം ആരാധന. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചെങ്കിലും ആരാധന ദൈവം പ്രസാദിക്കാതിരിക്കുന്ന കാലത്ത് യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം യേശുക്രിസ്തുവിൽ പ്രസാദിച്ചു. എപ്പോഴാണ്? നമുക്കറിയാം, യാഗം അർപ്പിക്കുമ്പോൾ വേണം പ്രസാദിക്കാനായിട്ട്. യാഗം നടന്നില്ലല്ലോ, ക്രൂശിലേക്ക് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പേ തന്നെ പ്രസാദിക്കാൻ കാരണം സ്വർഗം നോക്കുന്നത് ക്രൂശിലെ യാഗത്തെ അല്ല. ഈ നിമിഷം മുതൽ യേശുക്രിസ്തു പിതാവിന്റെ ആ മഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണം തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തതെയാണ് സ്വർഗം കാണുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ സ്വർഗത്തിന് ഇവിടെ പിതാവായ ദൈവം വിലയേറിയതായി കാണുന്നത് അവിടെ അർപ്പിക്കുന്ന യാഗങ്ങൾക്കോ ക്രമങ്ങൾക്കോ അതീതമായിട്ട് ആ സമർപ്പണത്തെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഇതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിലേക്ക് പറയുന്ന അവസ്ഥയിലേക്കുണ്ടായ മാറ്റം, അതാണ് സ്വർഗം മാനിക്കുന്നത്, സ്വർഗം വിലയിരുത്തുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം കാണുന്നത് യാഗവസ്തുവിനെ അല്ല, യാഗമർപ്പിക്കുന്ന ആളുടെ മനസ്ഥിതിയാണ്, മനോഭാവമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആരാധന എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ആയിത്തീരേണ്ട ഒരു അവസ്ഥ ഇതാണ്. ആരാധനയുടെ വസ്തുവകകളോ സ്ഥലമോ ആരാധനയുടെ വ്യക്തികൂട്ടങ്ങളോ ആരാധന നയിക്കുന്ന വ്യക്തിയുടെ പ്രാധാന്യമോ അതൊന്നുമല്ല പ്രാധാന്യം. ആരാധിക്കുന്ന വ്യക്തി ദൈവവും അവനും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിൽ നിൽക്കുന്നുവെങ്കിൽ അവിടെയാണ് ആരാധനയുടെ യഥാർത്ഥമായ ശക്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിനോട് ചേർന്ന് വസിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളും ഞാൻ ആ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് എന്റെ ഉള്ളിൽ ആത്മാവായി വസിക്കുന്നു എന്ന ബോധ്യത്തോടെ നിൽക്കുമ്പോഴാണ് ആരാധന പരിപൂർണമാകുന്നത്. അതുകൊണ്ടാണ് ആരാധനയെക്കുറിച്ച് കർത്താവ് ആത്മാവാണ്, കർത്താവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ പിന്നത്തതിൽ പറയുന്ന ഒരു കാര്യം, 1 കൊരിന്ത്യർ ലേഖനം 3-16 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ആ ഒരു വാസം, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു രീതിയിലും നിങ്ങൾ തകരാനും നശിക്കാനും വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അത് എന്താണ് പദ്ധതി? നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. അതെ, നിങ്ങളിൽ ദൈവിക സ്വഭാവം, ദൈവിക ശക്തി, ദൈവിക വിടുതൽ വെളിപ്പെടുത്തുവാൻ അതാണ് കർത്താവിന്റെ പ്ലാൻ, അതാണ് കർത്താവിന്റെ പദ്ധതി. ഹല്ലേലൂയ. അത് നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ ദൈവവചനത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത് റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ, റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ, ആദ്യത്തെ 2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ ഇവിടെ
ആരാധനയെക്കുറിച്ച് യാഗമായി അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. അപ്പൊ അവിടെ ആരാധനയും യാഗത്തെയും ചേർത്തിണക്കി പറയുന്ന ഒരു വാക്യമാണ്. ബുദ്ധിയുള്ള ആരാധന എന്താണ്? യാഗമാണ്. എന്താണ് ബുദ്ധിയുള്ള ആരാധന? എങ്ങനെയാണ് യാഗമായി തീരുന്നത്? അവിടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അപ്പൊ അവിടെ വരുന്നത് യാഗം, ആരാധന. പ്രൈസ് ഗാഡ്. യാഗവും ആരാധനയും അവിടെ ഒന്നിക്കുകയാണ്. അപ്പൊ അവിടെ ആരാധനയും യാഗവും, ആരാധനയായി ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന യാഗമാണ്. എന്തിനെയാണ് അവിടെ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. 3 കാര്യങ്ങൾ പറയുന്നു. ജീവനുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അതായത് കർത്താവിന് പ്രവർത്തിക്കത്തക്ക നിലയിലുള്ളതായിരിക്കണം ജീവൻ. അടുത്തത് പറയുന്നത് വിശുദ്ധി. അതായത് ദൈവത്തിന്റെ സ്വഭാവം വിശുദ്ധി. കർത്താവ് ഞാൻ വിശുദ്ധനാകിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. 3, ദൈവത്തിന് പ്രസാദമുള്ളത്. അതായത് ഹല്ലേലൂയ, ദൈവം അംഗീകരിക്കത്തക്കവണ്ണ വിധത്തിലുള്ളത്, ദൈവം അംഗീകരിക്കത്തക്കവണ്ണമായ വിധത്തിലുള്ളത്. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ശരീരത്തെ സമർപ്പിക്കുക. എങ്ങനെ ആയിരിക്കണം? വിശുദ്ധി ഉള്ളതായിരിക്കണം, ജീവനുള്ളതായിരിക്കണം, അതുപോലെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ഈ 3 മനോഭാവത്തോടുകൂടെ യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയെ സമർപ്പിക്കുക. അതാണ് അവിടെ പറയുന്നത്. അവിടെ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം എടുത്തു പറയും. എന്നാൽ നമുക്കവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2ാമത്തെ വാക്യമാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. 3 കാര്യങ്ങൾ പറയും. എന്നാൽ 2ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗതം. നന്മയും പ്രസാദവും പൂർണ്ണതയും. അപ്പൊ അവിടെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുമോ, ദൈവത്തിന് യാഗമായി സമർപ്പിക്കുമോ നന്മയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ പ്രസാദമുള്ളതായിരിക്കണം, അതുപോലെ തന്നെ പൂർണ്ണതയുള്ളതായിരിക്കണം. അപ്പൊ അവിടെ പറയുന്നത് 1ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കാൻ പറയുമ്പോൾ 2ാമത്തെ വാക്യത്തിൽ പറയുന്നത് മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുക. അതായത് ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ രൂപാന്തരം ഉണ്ടാകണം. അതെങ്ങനെയാണ്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗതം ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പോഴ് നിങ്ങളുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുന്നത് നിങ്ങളുടെ തിരിച്ചറിവിലൂടെയാണ്. നിങ്ങളുടെ തിരിച്ചറിവിലൂടെ നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെടുമ്പോൾ, നിങ്ങളുടെ മനസ്സ് തിരിച്ചറിവിലൂടെ രൂപാന്തരപ്പെടുമ്പോൾ ആ രൂപാന്തരമാണ് ശരീരത്തെ വിശുദ്ധിയാക്കുന്നത്. ആ രൂപാന്തരമാണ് നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ളതാക്കി തീർക്കുന്നത്. ആ തിരിച്ചറിവാണ് നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ളതാക്കി തീർക്കുന്നത്. പ്രൈസ് ഗോഡ്. നമുക്ക് ഈ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതിന്റെ കൺക്ലൂഷനാണ്. ഈ വാക്യം നിങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാവും. അത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി വിശുദ്ധിയോടെ ദൈവത്തിന് പ്രസാദവും താഴ്മയോടെ ഹമ്പിളായി വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ പുറമെയുള്ള ചില കാര്യങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളാണ് പ്രാധാന്യം എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ദൈവം പ്രസാദിക്കണമെങ്കിൽ ഞാൻ ഇന്നിന്ന കാര്യത്തിൽ വിശുദ്ധിയുള്ളവനായിരിക്കണം. 2, ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ജീവനുള്ളവനായിരിക്കും. ഞാൻ ഇന്നിന്ന കാര്യങ്ങളിൽ ഞാൻ ദൈവത്തിന് പ്രസാദിപ്പിക്കുന്നവനായിരിക്കും എന്ന് 1ാമത്തെ വാക്യം വായിക്കുമ്പോൾ തോന്നിയേക്കാം. നിങ്ങളുടെ ശരീരങ്ങളെ കുറിച്ച് പറയുന്നു. എന്നാൽ 2ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതായത് നിങ്ങളുടെ ശരീരം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന്റെ പൂർണ്ണ ഹൃദയത്തെ തിരിച്ചറിയണം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം നമ്മുടെ വിശുദ്ധീകരണം തന്നെ. അങ്ങനെയാണ് വചനത്തിൽ. ദൈവ ഇഷ്ടമോ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണം. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, എന്താ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണം. പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ഹിതം. എന്താണ് പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ഹിതം? അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നാം വിശുദ്ധിയുള്ള കാര്യങ്ങളെ ചെയ്ത് വിശുദ്ധരായി തീരുന്നതല്ല ദൈവത്തിന്റെ ഹിതം. നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് യേശുവിനെ സമർപ്പിച്ചു, ആ യേശുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന്റെ ഹിതം, പൂർണ്ണതയുള്ള ദൈവഹിതം. അവിടെ പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം, പൂർണ്ണതയുള്ള പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി അസാധാരണമായ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാൻ അസാധാരണമായത്. അതൊരിക്കലും നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ അറിവിലോ നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയെ തിരിച്ചറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന്റെ പൂർണ്ണ ഹിതത്തെ തിരിച്ചറിയണം. അതായത് പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ, പഴയ നിയമത്തിൽ നൽകപ്പെട്ട ദേവാലയത്തിന്റെ സിസ്റ്റം, പഴയ നിയമത്തിൽ ആചരിച്ചു വന്ന ക്രമങ്ങൾ മുഴുവനും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ നിർവഹിക്കുവാനിരുന്ന പൂർണ്ണമായ യാഗത്തിന്റെ നിഴലായിരുന്നു പഴയ നിയമത്തിലുള്ളതെല്ലാം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തില് നമ്മൾ പറയുന്നത്, വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായി, അതിന്റെ 1-ാമത്തെ വാക്യം, ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്യുന്നത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതെല്ലാം താൽക്കാലികമായി, അഥവാ ഇംപെർഫെക്റ്റ് എന്ന് പറയാം, പൂർണ്ണതയില്ലാത്ത നിഴലുകളായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതെല്ലാം. ആ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ യാഗം, പാപപരിഹാര യാഗം, ഹോമയാഗം, കരപൂർണയാഗം, സമാധാനയാഗം. അപ്പൊ ഈ യാഗങ്ങളെല്ലാം ദഹനയാഗം, പലതരത്തിലുള്ള യാഗങ്ങൾ. അപ്പൊ ഈ യാഗങ്ങളെല്ലാം ഒരു യാഗത്തിനു പോലും സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞില്ല. യാഗം നടന്നു, സൽഗുണ പൂർത്തീകരണം ഉണ്ടായില്ല ഒരിടത്തും, ആർക്കും. അവരിൽ സൽഗുണപൂർത്തി ഉണ്ടാകാതെ, അങ്ങനെ അവരിൽ സൽഗുണപൂർത്തി ഉണ്ടാകാതിരിക്കുന്ന ആ ഘട്ടത്തിൽ യേശുക്രിസ്തു എന്ന പൂർണ്ണമായ യാഗം, അതെ, നിങ്ങൾ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. നിങ്ങൾ വിശുദ്ധരാകാൻ നിങ്ങൾ ശ്രമിക്കാതെ, നിങ്ങൾ ജീവനുള്ളവരാകാൻ നിങ്ങൾ ശ്രമിക്കാതെ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തിയിലേക്ക് പോകാതെ, പുത്രനുള്ളവന് ജീവനുണ്ടെന്നും, ആമേൻ, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ കഴിയുകയില്ല എന്നും, അങ്ങനെ അതിലൂടെയാണ് ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളവനായി തീർന്നതെന്നുള്ള അറിവ് എന്റെ അകത്ത് വരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന രൂപാന്തരം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ വിശുദ്ധരാകാൻ വേണ്ടി ഓടി ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. ജീവൻ പ്രാപിക്കാൻ വേണ്ടി ഓടി പരാജയപ്പെട്ടവരാണ്, മടുത്തുപോയവരാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശുദ്ധി നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമല്ല. നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമല്ല നിങ്ങളുടെ വിശുദ്ധി. നിങ്ങളുടെ വിശുദ്ധിയോ നിങ്ങളുടെ ജീവനോ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമല്ല. നിങ്ങളുടെ ജീവൻ, ഹല്ലേലൂയ, കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ സാധ്യമല്ല. അവനിൽ വസിക്കുന്നുണ്ട്, അവൻ വിശുദ്ധനാകുന്നത് കൊണ്ട്, ഞാൻ അവനിൽ വസിച്ചാണ് വിശുദ്ധനാകുന്നത്, ഞാൻ വിശുദ്ധി ചെയ്തല്ല വിശുദ്ധനാകുന്നത്. വിശുദ്ധമായി പ്രവൃത്തി ചെയ്ത് നിങ്ങളെ വിശുദ്ധരാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ? സാധ്യമല്ല. വിശുദ്ധനായവനിൽ വസിച്ച് നിങ്ങൾ വിശുദ്ധരാകുക. ജീവൻ പ്രാപിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുകയാണ്. ഇത് ചെയ്യുന്നവനെതിരാൽ ജീവിക്കും. ജീവൻ പ്രാപിക്കാൻ ശ്രമിച്ച് പ്രവൃത്തികളാൽ നിങ്ങൾ ശ്രമിക്കുകയാണ്. ഇവിടെ പറയുന്നതല്ല, പുത്രനുള്ളവന് ജീവൻ.
അപ്പൊ നമ്മുടെ ഉള്ളില് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്റെ പ്രവൃത്തികളല്ല ജീവന്റെ ആധാരം, എന്റെ പ്രവൃത്തിയല്ല വിശുദ്ധിയുടെ ആധാരം, എന്റെ പ്രവൃത്തിയല്ല ആമേൻ ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ യാഗത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസം, യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസവും ഉറപ്പുമാണ് എന്റെ ജീവന്റെ ആധാരം, എന്റെ ജീവന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് ദൈവമായിട്ട് കണക്ട് ചെയ്യല്ല, അല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തോട് ഞാൻ കണക്ട് ആകുക. അതായത് ഞാൻ ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ എനിക്ക് കടപ്പാടുള്ളവനായിട്ട് മാറ്റുകയല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്ന കടപ്പാടുള്ളവനെ, മനോഭാവമുള്ളവനായിട്ട് ഞാൻ മാറുക. അതായത് ഹല്ലേലൂയ, എനിക്ക് പറയാനുള്ളത്, എന്റെ വിശുദ്ധി കർത്താവ് ഞാൻ നിനക്ക് തരികല്ല, നിന്റെ വിശുദ്ധിയെ ഞാൻ പ്രാപിക്കുകയാണ്. അതാണ് ആരാധന. കർത്താവ് എന്റെ ജീവനെ നിനക്ക് തരികല്ല, കർത്താവ് നിന്റെ ജീവനെ ഞാൻ പ്രാപിക്കുകയാണ്. അതാണ് ആരാധന. കർത്താവെ, ഞാൻ ചെയ്ത് നിന്നെ പ്രസാദിപ്പിക്കുകയല്ല, നീ പ്രസാദിച്ചു. ഹല്ലേലൂയ, ആമേൻ. പിതാവായി ദൈവത്തെ പ്രസാദിപ്പിച്ച യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ പൂർണ്ണമായ പ്രസാദത്തെ തിരിച്ചറിയുക. അതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോഴുള്ള ആരാധന. പ്രൈസ് ഗോഡ്. അതായത് നിങ്ങളുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെടണം. അതായത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് രോഗം നിങ്ങളെ വാഴുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയം നിങ്ങളെ വാഴുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭയത്തെ എടുത്തു കളഞ്ഞിട്ട് പൂർണ്ണഹിതം, ദൈവത്തിന്റെ പൂർണ്ണഹിതം തിരിച്ചറിയാമോ? നിങ്ങളുടെ സൗഖ്യമാണ് ദൈവത്തിന്റെ പൂർണ്ണഹിതം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം, പ്രസാദമുള്ള ഹിതം നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ വിടുതല. രോഗികളായിട്ട് നിങ്ങളെ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ പ്ലാറ്റ്ഫോമായിട്ട് മാറാൻ പോകും. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെ രോഗമുണ്ടോ, ഇന്ന് നിങ്ങൾ ആ പൂർണ്ണതയുള്ള ഹിതം തിരിച്ചറിയുമ്പോൾ, ദൈവത്തിന്റെ പ്രസാദമുള്ള ഹിതം തിരിച്ചറിയുമ്പോൾ, ഇപ്പോൾ തന്നെ നിങ്ങളിൽ സൗഖ്യം ഉണ്ടാകാൻ പോകും. സൗഖ്യം. നിങ്ങളോട് പിശാച് മനസ്സിൽ പറയുന്ന നുണകളില്ലേ, അതിനെ ക്യാൻസൽ ചെയ്തേരെ. നെവർ. ആ നുണ നിങ്ങളെ വാഴത്തില്ല. ആ നുണയ്ക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരമില്ല. യു ആർ പ്രേഷ്യസ്. നിങ്ങൾ കർത്താവിന് വിലയേറിയവരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്, ഏറ്റവും വിലയേറിയവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്നിട്ടുള്ള ഓരോ അവസരങ്ങളും, ഓരോ സന്ദർഭങ്ങളും നിങ്ങളുടെ അകത്ത് നിരാശയിലും ഭാരത്തിലും തളർന്നു കിടക്കാനുള്ളവരല്ല. ധൈര്യത്തോടെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, രോഗത്തിന് മന്ദിരമല്ല. എത്ര നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ എത്ര ഭയത്തെ പിശാച് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ പറയണമില്ല, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, രോഗത്തിന് വാഴാനുള്ളതല്ല. അതായത് പ്രിയപ്പെട്ടവർ, ആരാധന എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന് വിശുദ്ധി അങ്ങോട്ട് കൊടുക്കുകയല്ല, ഞാൻ ദൈവത്തിന് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന് എന്റെ ജീവൻ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയല്ല, ആമേൻ ഞാൻ ജീവൻ പ്രാപിക്കുകയാണ്, വിശുദ്ധി അതിൽ നിന്ന് പ്രാപിക്കുകയാണ്. അതാണ് ആരാധന. അതായത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് വിശുദ്ധനായവനിൽ വസിച്ചിട്ടാണ്. ഞാൻ ജീവനുള്ളവനായിരിക്കുന്നത് ജീവനായവനിൽ വസിച്ചുകൊണ്ട്. അതാണ് ദൈവത്തിന്റെ പൂർണ്ണ പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതം. യെസ്. അതുകൊണ്ട് ജീവിതത്തിന്റെ സകല മേഖലകളിലും തകർന്ന് എല്ലായിടത്തും പരാജയപ്പെട്ടതുപോലെ നിങ്ങൾ കഴിയുന്നെങ്കിൽ ആരാധന എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ അവസ്ഥ മാറാൻ. പഴയ നിയമത്തിൽ ആരാധന, ആമേൻ, ഇവരുടെ ഇവർ വിശുദ്ധി പ്രാപിച്ച് വിശുദ്ധിയോടെ നിന്നെങ്കിൽ, വിശുദ്ധിയുടെ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധിയോടെ നിന്നെങ്കിൽ, പുതിയ നിയമത്തിൽ അങ്ങനല്ല, വിശുദ്ധി പ്രാപിക്കുക. പഴയ നിയമത്തിൽ ഇവർ ജീവൻ അങ്ങോട്ട് കൊടുത്തെങ്കിൽ, പുതിയ നിയമത്തിൽ ജീവൻ പ്രാപിക്കുക. അതാണ് ആരാധന. ഇന്ന് ആരാധനയുടെ യഥാർത്ഥ അന്തസത്ത തിരിച്ചറിഞ്ഞു പ്രാപിക്കുന്നവരാ, ജീവൻ പ്രാപിക്കുന്നവരാ, ശക്തി പ്രാപിക്കുന്നവരാ, ആമേൻ, വിശുദ്ധിയെ പ്രാപിക്കുന്നവരെ, അങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിനോട് പ്രയോജനപ്പെടുക. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ആരാധന. അതായത്
1 കൊരിന്ത്യർ ലേഖനം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവരുമായിട്ട് ഏകാത്മാവാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളൊരു തിരിച്ചറിവുണ്ടാകട്ടെ, ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുക, ഞാൻ കർത്താവിനോട് ഏകാത്മാവാ. ആ ഏക ആത്മാവാണെന്നുള്ള അറിവില്ലേ, ആ അറിവാണ് ആരാധനയുടെ യഥാർത്ഥമായ പ്രധാന ഭാഗം. അവിടെയാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നത്, അവിടെയാണ് നിങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ ഉണ്ടാകാൻ പോകും യേശുവിന്റെ നാമത്തിൽ. ഐ ബിലീവ് ക്രിസ്തുവില് ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണ ആരോഗ്യം എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ ജീവനാണ് വസിക്കുന്നത്, ക്രിസ്തുവിന്റെ വിശുദ്ധിയാണ് വസിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ ജീവനും ശക്തിയും ചൈതന്യവും ബലവും അവരിലേക്ക് ഒഴുകട്ടെ. കർത്താവേ, ഹല്ലേലൂയ. രോഗികളായിട്ട് എന്നെ കാണുന്നവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, എത്ര മാരക രോഗമാകട്ടെ, ഈ നിമിഷം അവരിൽ നിന്ന് ആ രോഗത്തിന്റെ അവസ്ഥകൾ പൊട്ടിമാറട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ജീവൻ വെളിപ്പെടട്ടെ, ജീവൻ വെളിപ്പെടട്ടെ, ശരീരത്തിൽ ജീവൻ വെളിപ്പെടട്ടെ. യെസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. നെഞ്ചിന് വേദനയാൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇൻഡസ്ട്രിയിൽ കർത്താവേ, ദഹനേന്ദ്രിയങ്ങളിൽ രോഗമുള്ളവർ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, അതെത്ര മാരക രോഗമാണെങ്കിലും ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള ആമേൻ ഹല്ലേലൂയ ദഹനേന്ദ്രിയത്തിലെ പ്രോബ്ലം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. ആമേൻ. പുതിയൊരു ഇൻഡസ്ട്രി അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടട്ടെ. അത്ഭുതകരമായി യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ജീവൻ വെളിപ്പെടുമ്പോൾ ഇപ്പോൾ തന്നെ അവരുടെ അത്ഭുതം നടക്കട്ടെ. മനസ്സിലെ ഭയങ്ങളും ഭാരങ്ങളും മാറിപ്പോട്ടെ. കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ കർത്താവ് സഹായിക്കണം. അവരെങ്ങനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹകരമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, ഈ പ്രോഗ്രാം മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തുക. അത് അവർക്ക് അനുഗ്രഹമായി തീരും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കുവാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും സൗജന്യമായി ലഭിക്കും. നിശ്ചയമായും ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനകരമായിരിക്കും. പുനഃസ്ഥാപനം ക്രിസ്തുവിൽ, സ്നാനം ക്രിസ്തുവിൽ എന്ന 2 ടൈറ്റിലുള്ള പുസ്തകങ്ങളാണ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.